എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ വിഷയം വിദേശത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യൻ വിപ്ലവകാരികൾ വിദേശത്തും പ്രവർത്തന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, സിംഗപ്പൂർ, ഇൻഡോ ചൈന, സിയാം, അമേരിക്ക എന്നീ രാജ്യങ്ങളിലെല്ലാം അവർ വിപ്ലവ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിൽ ഇതിന് മുൻകൈ എടുത്തത് ശ്യാംജി കൃഷ്ണവർമ്മ, VD സവർക്കർ, ലാല ഹർദയാൽ എന്നിവരായിരുന്നു. 1905 ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചു. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നൊരു പത്രവും അദ്ദേഹം പുറത്തിറക്കി. ബ്രിട്ടീഷ് സർവകലാശാലകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യ ഹൗസ് എന്ന ഹോസ്റ്റലും ഒരു വിപ്ലവ കേന്ദ്രമായിരുന്നു. ഇതിലെ ഒരു അംഗമായ മദൻലാൽ ധിൻഗ്രയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കഴ്സൺ വില്ലിയെ വധിച്ചത്. ബ്രിട്ടീഷ് പോലീസിന്റെ നിരന്തരമായ പീഡനത്തെ തുടർന്ന് ലണ്ടനിലെ പല വിപ്ലവകാരികളും പാരീസിലേക്ക് കടക്കുകയും അവിടെ വിപ്ലവ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. മാഡം കാമ, SR റാണ, VVS അയ്യർ എന്നിവരായിരുന്നു പാരീസ് ഗ്രൂപ്പിലെ പ്രമുഖരായ അംഗങ്ങൾ. മാഡം കാമ പ്രസിദ്ധീകരിച്ച വന്ദേമാതരം എന്ന പത്രം ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തിയിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ താരകനാഥും കൂട്ടരും ചേർന്ന് രൂപീകരിച്ച ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അവിടെ താമസമുറപ്പിച്ച ഇന്ത്യക്കാർക്കിടയിൽ വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിച്ചു. ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന പത്രവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഇളക്കിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഗദർ പാർട്ടിയായിരുന്നു. ഗദർ പാർട്ടി അമേരിക്കയിലുണ്ടായിരുന്ന ഇന്ത്യൻ വിപ്ലവകാരികളിൽ 1913 രൂപീകരിച്ച വിപ്ലവ സംഘടനയാണ് ഗദർ പാർട്ടി. ലാല ഹർദയാൽ, ഭായ് പരമാനന്ദ്, സോഹൻ സിംഗ് ഭക്ന എന്നിവരായിരുന്നു ഈ പാർട്ടിയുടെ സ്ഥാപകർ. അമേരിക്കയിൽ താമസമാക്കിയിരുന്ന പഞ്ചാബി തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർ രൂപീകരിച്ച ഹിന്ദി പസഫിക് അസോസിയേഷൻ എന്ന സംഘടനയാണ് പിന്നീട് ഖദർ പാർട്ടിയായി മാറിയത്. ഈ സംഘടന ഗദർ എന്നൊരു പത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പത്രത്തിന്റെ പേരിലാണ് ഗദർ പാർട്ടി അറിയപ്പെട്ടത്. ലാല ഹർദയാലായിരുന്നു ഗദർ പ്രസ്ഥാനത്തിന്റെ ആത്മാവും ശരീരവും. ഭായ് പരമാനന്ദ്, രാംചന്ദ്ര എന്നിവരായിരുന്നു ഗദർ പാർട്ടിയുടെ മറ്റു പ്രമുഖ നേതാക്കൾ. സംഘടനയ്ക്ക് ഒരു കേന്ദ്ര കമ്മിറ്റിയും ആസ്ഥാനവും ഉണ്ടായിരുന്നു. ഗദർ പാർട്ടിയുടെ ആസ്ഥാനമായ സാൻ ഫ്രാൻസിസ്കോ യുഗാന്തർ ആശ്രമം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഗദർ എന്ന പദത്തിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു ഗദർ പാർട്ടിയുടെ മുഖ്യ ലക്ഷ്യം. പാർട്ടി പത്രമായ ഗദറിന്റെ ഓരോ ലക്കത്തിലും ഇന്ത്യക്കാരോട് ആയുധമേന്താനും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യാനും ആഹ്വാനമേകുന്ന കവിതകളുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഗദർ പാർട്ടിയുടെ നേതാക്കൾ ഇന്ത്യയിലെ വിപ്ലവകാരികളുമായി ബന്ധപ്പെടുകയും ബ്രിട്ടനെതിരെ സായുധ കലാപം നടത്താൻ പദ്ധതി ഒരുക്കുകയും ചെയ്തു. 1915 ഫെബ്രുവരി 21 ഇന്ത്യയിൽ സായുധ കലാപം ആരംഭിക്കാൻ നിശ്ചയിച്ചു. ആയിരക്കണക്കിന് ഗദറിസ്റ്റുകളും രാജ് ബിഹാരി ബോസ്, വിഷ്ണു ഗണേഷ് പിംഗൾ, സച്ചിൻ സന്യാൽ തുടങ്ങിയ നേതാക്കന്മാരും കലാപം സംഘടിപ്പിക്കുന്നതിനായി പഞ്ചാബിൽ എത്തിച്ചേർന്നു. എന്നാൽ ഗദർ പാർട്ടിയുടെ വിപ്ലവ പദ്ധതിയെക്കുറിച്ച് ഗവൺമെന്റിന് വിവരം ലഭിക്കുകയും കലാപം തടയാനുള്ള കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കലാപകാരികളുടെ പട്ടാള റെജിമെന്റുകളെ ഗവൺമെന്റ് പിരിച്ചുവിട്ടു. നിരവധി പേരെ വധിക്കുകയും തടവിലാക്കുകയും ചെയ്തു. അനേകം പേരെ ആൻഡമാൻ ദ്വീപുകളിലേക്ക് നാടുകടത്തി. വിദേശ ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ആദ്യത്തെ മതേതര വിപ്ലവമായിരുന്നു ഗദർ കലാപം. അതിനാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗദർ പ്രസ്ഥാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ